ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ ദൈവത്തിനും എൻ്റെ പേരൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങാണ് കേട്ടോ. ഇന്ന് എൻ്റെ 69ാമത്തെ ബർത്ത്ഡേ ആണ്. 70ലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കി തരാം. എല്ലാവരും സ്വീറ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വരൂ കഴിക്കാൻ. സ്വീറ്റ് കഴിച്ചിട്ട് നമുക്ക് ആഘോഷിക്കാം. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ സ്റ്റൗ കത്തിച്ചു. കുറച്ച് നെയ്യ് ഒഴിക്കണം. ഇനി നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരാം. ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബദാം, 1 ടേബിൾ സ്പൂൺ പിസ്ത, ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ലെങ്കിലും ഇന്നെൻ്റെ പിറന്നാളല്ലേ, അപ്പൊ ലാവിഷായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാ കേട്ടോ ഞാൻ ഇട്ടത്. അതേ നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് പാത്രത്തിന് എടുക്കണ വെച്ചാൽ ആ പാത്രത്തിന്റെ അളവ്. ഞാൻ ഇതിൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് റവ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. റോസ്റ്റഡ് റവ തന്നെയാണ്, എന്നാലും നെയ്യിൽ കിടന്നൊന്ന് റോസ്റ്റ് ആവുന്നതിൻ്റെ. അതുപോലെ ഞാനൊരു 2.5 ബൗള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതും ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് ഈ റവയിൽ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ആദ്യം ഞാനൊരു 2 ബൗള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ചില റവയ്ക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. 2 ബൗളിനേക്കാൾ കൂടുതൽ ഇരുന്നോട്ടെ, 2.5 ബൗളിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. 2.5 ബൗള് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യം ശരിക്കും 1 ബൗൾ പഞ്ചസാരയാണ്. ഞാൻ പക്ഷെ 3/4 ബൗളേ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി പഞ്ചസാരയൊക്കെ അലിയുമ്പോൾ അത് ഒരുപാട് ഇങ്ങനെ ലൂസായി വരും. പിന്നെ അത് പതുക്കെ 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 കുറഞ്ഞിട്ട് പിന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ വരുന്ന വരയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് നെയ്യും നമുക്ക് ആവശ്യത്തിന് എത്ര വേണ്ട വെച്ചാൽ അത്ര നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓരോ സ്പൂൺ കഴിക്കും, അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ആരും മധുരം കഴിക്കില്ല അവിടെ. അതുകൊണ്ട് കുറച്ച് നെയ്യോ പഞ്ചസാരയോ ഒക്കെ അധികം ആയാലും കുറച്ച് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി പഞ്ചസാര കുറവാണ് ഞാൻ ഇട്ടിരിക്കണത്, ഒരുപാട് കുറവ്. സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ സ്വീറ്റായിട്ട് തന്നെ കഴിക്കണ്ടേ നമ്മൾ, അല്ലേ? ഞാനിത് നോക്കും, മധുരം പോരാ വെച്ചാൽ കുറച്ചുകൂടി ഞാൻ പഞ്ചസാര ഇട്ട് നോക്കും. ഓക്കെ, അത്ര മതി, 3/4 സ്പൂൺ മതി പഞ്ചസാര. ഞാൻ മധുരം നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിലൊക്കെ വേണമെങ്കിൽ കേസർ കളർ ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം. കുങ്കുമപ്പൂ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അത് കാരണം ഞാനിപ്പോൾ ചേർക്കണില്ല. അത് ഇനി തപ്പണം അതിൻ്റെ ഉള്ളിൽ.
ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചതും നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. പാനൊന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറായി കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിടാം. എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ആഘോഷിക്കുക അല്ലേ? അങ്ങനെ എൻ്റെ കുങ്കുമപ്പൂ കിട്ടി കേട്ടോ. ഇത് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല, കാരണം ഇത് ഞങ്ങൾ ടർക്കിയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. അത് ശരിക്കുള്ള കുങ്കുമപ്പൂ തന്നെയാണോ ഒന്നും അറിയില്ല, എനിക്ക് അത്ര ഒന്നും കളറ് വരുന്നില്ല അതവിടെ. അപ്പം ഇതിൻ്റെ മേലെ എന്തായാലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കിടക്കട്ടെ ലാവിഷായിട്ട് അതും അല്ലേ.